ഹലോ ഫ്രണ്ട്സ്, ഇപ്പം നമുക്ക് കഴിഞ്ഞ പാഠഭാഗത്തിൽ നമ്മൾ കണ്ട പൊതുഭരണം എന്ന പാഠഭാഗത്തിൽ നിന്ന് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് വിവരാവകാശ നിയമവും വിവരാവകാശ കമ്മീഷനുകളെ കുറിച്ചുമാണ് അടുത്ത ക്ലാസ്സുകളിൽ നിന്ന്. അപ്പം നമുക്ക് അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദീകമായി പഠിക്കാം. അപ്പം വിവരാവകാശ നിയമം എന്താണ് നമുക്ക് നോക്കാം. പൊതു അധികാര സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുന്ന നിയമമാണ് വിവരാവകാശ നിയമം. പൊതു അധികാര സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുന്ന നിയമം എന്താണ്? വിവരാവകാശ നിയമമാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. എന്താണ്? നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്താണ്? വിവരാവകാശ നിയമമാണ്. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി പാസാക്കപ്പെട്ട നിയമം ഏതാണ്? വിവരാവകാശ നിയമമാണ്. നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? വിവരാവകാശ നിയമത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താണ്? അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി പാസാക്കപ്പെട്ട നിയമം ഏതാണ്? വിവരാവകാശ നിയമം. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ഏതാണ്? സ്വീഡനാണ്. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ഏതാണ്? സ്വീഡൻ. സ്വീഡനാണ് ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാട്ടിലാണ് വിവരാവകാശ നിയമം ആദ്യമായിട്ട് പാസാക്കിയത്. ഇന്ത്യയിലെ സംസ്ഥാനം. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. 1997 തമിഴ്നാട് വിവരാവകാശ നിയമം പാസാക്കിയത്. 1997 തമിഴ്നാട്ടില് വിവരാവകാശ നിയമം പാസാക്കിയത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. 1997 പാസാക്കുന്നത്. വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സർക്കാർ സ്ഥാപനങ്ങളുടെയും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളുടെയും വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക. സർക്കാർ സ്ഥാപനങ്ങളുടെയും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളുടെയും വിശ്വസ്തതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക. അഴിമതി ഇല്ലാതാക്കുക. ഇതൊക്കെയാണ് വിവരാവകാശത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. വിവരാവകാശത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അഴിമതി ഇല്ലാതാക്കുക, സർക്കാർ സ്ഥാപനങ്ങളുടെയും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളുടെയും വിശ്വസ്തതയും സുതാര്യതയും ഉറപ്പുവരുത്തുക. ദേശീയ തലത്തിൽ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ എത്ര എണ്ണമുണ്ട്? 9 എണ്ണമുണ്ട്. സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ. ദേശീയ തലത്തിൽ വിവരാവകാശ നിയമം വരുന്നതിന് മുമ്പ് തന്നെ വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എത്ര എണ്ണമാണുള്ളത്? 9 എണ്ണമാണുള്ളത്. അതിൽ ആദ്യത്തേത് ഏതാണ്? ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. നമ്മൾ പഠിച്ചു. 1997 തമിഴ്നാടാണ്. അതേ വർഷം തന്നെ ഗോവയും പാസാക്കി. രണ്ടാമതായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയത് ആരാണ്? ഗോവയാണ്. 1997 തന്നെയാണ് തമിഴ്നാട് പാസാക്കിയ അതേ വർഷം തന്നെയാണ് ഗോവ ഈ നിയമം പാസാക്കുന്നത്. പിന്നീട് വന്നത് രാജസ്ഥാനാണ്. 2000 രാജസ്ഥാനും കർണാടകയും. 2000 രാജസ്ഥാനും കർണാടകയും. 2001 ഡൽഹിയാണ്. 2001 ഡൽഹി. അസം 2002. മഹാരാഷ്ട്രയും 2002. അസം 2002, മഹാരാഷ്ട്ര 2002. മധ്യപ്രദേശ് 2003. മധ്യപ്രദേശില് 2003 പാസാക്കിയത്. ജമ്മു ആൻഡ് കാശ്മീരിൽ 2004 പാസാക്കിയത്. ജമ്മു ആൻഡ് കാശ്മീരിൽ 2004 പാസാക്കിയത്. അപ്പം വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഏത് വർഷമാണ്? 1997. രണ്ടാമതായിട്ട് പാസാക്കിയത് ഗോവയാണ്. അതും 1997 തന്നെയാണ്. രാജസ്ഥാന്
2000-ലാണ്. കർണാടകയും 2000-ൽ തന്നെയാണ്. 2001-ല് ഡൽഹിയിൽ പാസാക്കി. 2002-ല് അസമും മഹാരാഷ്ട്രയിലും ഈ നിയമം പാസാക്കി. മധ്യപ്രദേശിൽ 2003-ലും ജമ്മു ആൻഡ് കാശ്മീരിൽ 2004-ലുമാണ് വിവരാവകാശ നിയമം പാസാക്കിയത്. ക്ലിയർ ആണല്ലോ. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഇതെന്താണ്? വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് ഇത്. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കുന്നതിനും പ്രേരക ശക്തിയായ സംഘടനയാണ് ഏതാണ്? നമ്മൾ ഇന്നലെ പഠിച്ചതാണത്. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. അത് എവിടെയാണെന്നാ നമ്മൾ പറഞ്ഞ ഇന്നലെ? രാജസ്ഥാനിലാണ്. അപ്പം രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് വിവരാവകാശ നിയമം പാർലമെന്റിൽ പാസാക്കുന്നതിന് പ്രേരക ശക്തിയായ സംഘടന. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ അതെവിടെയാണ്? രാജസ്ഥാനിലാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? അരുണ റോയി ആണ് അല്ലെ? അരുണ റോയി ആണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി. അരുണ റോയി ആണ്. അരുണ റോയി മസ്ദൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, രാജസ്ഥാനാണ്. നമ്മൾ ഇന്നലെയും പഠിച്ചായിരുന്നു. ഭരണം എന്ന ചാപ്റ്ററിൽ നമ്മൾ ഇന്നലെയും വിവരാവകാശ നിയമത്തിന്റെ പോർഷനിൽ നമ്മൾ പഠിച്ചതാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടന എവിടെയാണ്? രാജസ്ഥാനിലാണ്. അപ്പൊ അരുണ റോയി ഈ സംഘടന എവിടെയാണ് സ്ഥാപിച്ചത്? രാജസ്ഥാനിലാണ് സ്ഥാപിച്ചത്. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് എന്നാണ്? 2005 ജൂൺ 15-നാണ്. 2005 ജൂൺ 15-ന് എന്താണ് വിവരാവകാശ നിയമം? വിവരാവകാശ നിയമം ആര് പാസാക്കി? പാർലമെന്റ് പാസാക്കി. ഏത് വർഷം? 2005 ജൂൺ 15-ന്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2005-ൽ തന്നെ ഒക്ടോബർ 12-നാണ്. 2005 ഒക്ടോബർ 12-നാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്. പാർലമെന്റ് പാസാക്കിയത് 2005 ജൂൺ 15-നാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം. 2005 കാലഘട്ടത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു നമ്മളുടെ രാഷ്ട്രപതി. അപ്പോൾ അദ്ദേഹമാണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി. വിവരാവകാശ നിയമം പാസ്സാകുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആണ്. വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? 6 ആണ്. 6 അധ്യായങ്ങളാണ് വിവരാവകാശ നിയമത്തിൽ ഉള്ളത്. എത്ര വകുപ്പുകളുണ്ട്? 31 വകുപ്പുകളും 2 ഷെഡ്യൂളുകളുമാണ് ഉള്ളത്. അപ്പൊ എത്ര അധ്യായങ്ങളുണ്ട്? 6 അധ്യായങ്ങളുണ്ട്, 31 വകുപ്പുകളുണ്ട്, ഷെഡ്യൂള് 2 ഷെഡ്യൂളാണ് ഉള്ളത്. വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങൾ 6ആണ്, വകുപ്പുകൾ 31ആണ്, ഷെഡ്യൂളുകളുടെ എണ്ണം 2ആണ്. വിവരാവകാശ നിയമം ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് അനുച്ഛേദത്തിലാണ്? അനുച്ഛേദം 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന അനുച്ഛേദത്തിലാണ് സുപ്രീം കോടതി ഇത് പ്രഖ്യാപിച്ചത്. എന്ത്? മൗലിക അവകാശമാണ്. വിവരാവകാശ നിയമം ഒരു മൗലിക അവകാശമാണെന്ന് ആര് പ്രഖ്യാപിച്ചു? സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അത് ഏത് അനുച്ഛേദമാണ്? അനുച്ഛേദം 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യം. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന ആ ഒരു അനുച്ഛേദത്തിലാണ് ഇത് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ആർക്കാണ് അപേക്ഷ നൽകേണ്ടത്? ആർക്കാണ്? നമുക്ക് ഒരു വിവരം അറിയണം, ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വിവരം അറിയണമെങ്കിൽ നമ്മൾ ആരെയാണ് നമ്മൾ സമീപിക്കേണ്ടത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനെ നമുക്ക് സമീപിക്കാം. അല്ലെങ്കിൽ
അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനെയും നമുക്ക് സമീപിക്കാം. നമ്മൾ ആരെയാണ് ആദ്യം സമീപിക്കേണ്ടത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനെ സമീപിക്കാം അല്ലെ. പിന്നെ വേറെ ആരെയാണ്? അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനെ സമീപിക്കാം. അപ്പൊ ആർക്കാണ് നമ്മൾക്ക് അപേക്ഷ കൊടുക്കേണ്ടത്? ഇവർക്ക് രണ്ടുപേർക്കുമാണ് അല്ലെ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കുമാണ് നമ്മൾ വിവരാവകാശ നിയമം വേണമെന്നുണ്ടെങ്കിൽ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിച്ചത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. നമ്മൾ കൊടുത്ത ഒരു അപേക്ഷ, നമുക്ക് അറിയേണ്ട ഒരു കാര്യം, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ കയ്യിലാണ് നമ്മൾ കൊടുത്തത് എങ്കിൽ നമുക്ക് 30 ദിവസത്തിനുള്ളിൽ, അതായത് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അതിനുള്ള മറുപടി ലഭിച്ചിരിക്കണം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ എന്നാണ് പറയുന്നത്. 30 ദിവസത്തിനുള്ളിൽ. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻക്കാണ് നമുക്ക് കൊടുക്കുന്നതെങ്കിലോ 35 ദിവസങ്ങൾക്കുള്ളിലാണ് നമുക്ക് മറുപടി നൽകേണ്ടത്. 35 ദിവസത്തിനുള്ളിലാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നമ്മൾ അപേക്ഷ നൽകിയെങ്കിൽ നമുക്ക് തിരിച്ച് മറുപടി ലഭിക്കേണ്ടത് 35 ദിവസത്തിന് ഉള്ളിലാണ്. ഒരു അപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. ഒരു അപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ നമ്മൾ ആവശ്യപ്പെടും അല്ലെ. വിവരാവകാശം ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നലത്തെ പൊതുഭരണം എന്ന ആ പാഠഭാഗത്ത് തന്നെ നമ്മൾ കണ്ടതാണ്. ഒരു അപേക്ഷയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അത് സുഗമമായിട്ട് ആ ലൈബ്രറി നടത്തുന്നുണ്ടോ, ആ ലൈബ്രറിയിലുള്ള എന്തൊക്കെയാണ്, ലൈബ്രറിയിലെ വിവരങ്ങളാണ് നമുക്ക് അറിയേണ്ടത് ആ പാഠഭാഗത്ത്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് എന്നുള്ളത് നമ്മൾ അക്കമിട്ട് എഴുതി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളത് കണ്ടതാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒന്നിലധികം വിവരങ്ങൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ആവശ്യപ്പെടാം. വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് അല്ലെങ്കിൽ അപേക്ഷാ ഫോമിൽ ഒട്ടിക്കേണ്ട കോഡ് ഫീസ് സ്റ്റാമ്പിന്റെ മൂല്യം എത്രയാണ്? 10 രൂപയാണ്. 10 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പിൽ ഒട്ടിച്ച ഒരു അപേക്ഷയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് അല്ലെങ്കിൽ അപേക്ഷാ ഫോമിൽ ഒട്ടിക്കേണ്ട കോഡ് ഫീസ് സ്റ്റാമ്പിന്റെ മൂല്യം എത്രയാണ്? 10 രൂപയാണ്. വിവരാവകാശ ഫീസ് അടയ്ക്കുന്ന രീതികൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ നമുക്ക് ഇതിന്റെ ഫീസ് അടയ്ക്കാം എന്നുള്ളത് നോക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഇത് നോക്കാം കേട്ടോ. ഫീസ് അടയ്ക്കുന്ന രീതി, എന്തിന്? വിവരാവകാശ ഫീസ് അടയ്ക്കുന്ന രീതി എന്തൊക്കെയാണ്? കോഡ് ഫീസ് സ്റ്റാമ്പ് മുഖേന ഗവൺമെന്റ് ട്രഷറിയിലൂടെ അടയ്ക്കാം. കോഡ് ഫീസ് സ്റ്റാമ്പ് മുഖേന ഗവൺമെന്റ് ട്രഷറിയിലൂടെ എങ്ങനെ അടയ്ക്കാം? കോഡ് ഫീസ് സ്റ്റാമ്പിലൂടെ അടയ്ക്കാം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഓഫീസിൽ നിർദ്ദിഷ്ട റെസിപ്റ്റ് വഴി നമുക്ക് അടയ്ക്കാം. ഇവരുടെ ഓഫീസിൽ നമുക്ക് റെസിപ്റ്റ് വഴി അടയ്ക്കാം. അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ബാങ്ക് ചെക്ക് മുഖേന, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബാങ്ക് ചെക്ക് മുഖേനയോ നമുക്ക് ഈ പൈസ അടയ്ക്കാം. അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പോസ്റ്റൽ ഓർഡർ മുഖേന നമുക്ക് അടയ്ക്കാവുന്നതാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ലാത്തത് ഏത് വിഭാഗത്തിനാണ്? ഈ 10 രൂപ നൽകണ്ടാത്തത്? BPL-കാർക്ക്, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കാണ് വിവരാവകാശം എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. BPL-കാർക്ക് വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, വിവരാവകാശ നിയമപ്രകാരം വിവരം അറിയണമെങ്കിൽ BPL കാർഡ് ഉടമകൾക്ക് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ മറുപടി നൽകേണ്ടത് 48 മണിക്കൂറിനുള്ളിലാണ്. അപ്പം ഒരു വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചാണ് നമുക്ക് ഒരു വിവരം അറിയേണ്ടത് എങ്കിൽ ആ വിവരം എത്ര മണിക്കൂറിനുള്ളിൽ അറിയണം? 48 മണിക്കൂറിനുള്ളിൽ അറിയണം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നൽകേണ്ടതെങ്കിൽ 30 ദിവസത്തിനുള്ളിലും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻക്കാണ് നൽകുന്നതെങ്കിൽ 35 ദിവസത്തിനുള്ളിലുമാണ് നമുക്ക് മറുപടി നൽകേണ്ടത്. പക്ഷെ ഒരു വ്യക്തിയുടെ കാര്യമാണ് നമുക്കറിയേണ്ടത്. വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യത്തിനും
സംബന്ധിച്ചുള്ള മറുപടിയാണ് നൽകേണ്ടതെങ്കിൽ അത് 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ലഭിച്ചിരിക്കണം. മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നതാണെങ്കിൽ മറുപടി നൽകേണ്ടത് 40-ാം ദിവസത്തിനുള്ളിൽ. മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നതാണെങ്കിൽ മറുപടി നൽകേണ്ടത് 40 ദിവസത്തിനുള്ളിലാണ്. മൂന്നാം കക്ഷിയുടെ അഭിപ്രായം ആരായാൻ വേണ്ട സമയപരിധി എത്രയാ ദിവസമാണ്? 5 ദിവസമാണ്. മൂന്നാം കക്ഷിയുടെ അഭിപ്രായം അറിയാനുള്ള സമയപരിധി ഏതാണ്? 5 ദിവസം. 5 ദിവസത്തിനുള്ളിൽ മൂന്നാം കക്ഷിയുടെ അഭിപ്രായം അറിഞ്ഞിരിക്കണം. മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാനുള്ള സമയപരിധി എത്രയാണ്? 10 ദിവസം. 10 ദിവസത്തിനുള്ളിൽ തന്നെ ഈ മൂന്നാം കക്ഷി മറുപടി പറഞ്ഞിരിക്കണം. എന്താണോ നമ്മൾ ചോദിക്കുന്നത് അതിനുള്ള മറുപടി ഈ മൂന്നാം കക്ഷി 10 ദിവസത്തിനുള്ളിലാണ് മറുപടി നൽകേണ്ടത്. ഓക്കെ. അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി 5 ദിവസമാണ്. നമ്മൾ നൽകുന്ന അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി 5 ദിവസം ആണ്. സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ ഒരു ദിവസത്തേക്ക് 250 രൂപയാണ്. നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഒരു ദിവസം 250 രൂപ വെച്ചിട്ട് നമുക്ക് തെറ്റായ വിവരങ്ങൾ നൽകുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഓരോ ദിവസവും 250 രൂപ വെച്ചിട്ട് പിഴ ചുമത്താൻ ആർക്ക് അധികാരമുണ്ട്? വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട് എന്നുള്ളത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടതാണ്. ഓക്കെ. പരമാവധി പിഴ എത്രയാണ്? 25,000 രൂപ. എല്ലാ ദിവസവും 250 രൂപ വെച്ച് പരമാവധി പിഴ 25,000 രൂപ. ഒന്നാം അപ്പീൽ നൽകേണ്ടത് എപ്പോഴാ? മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിലാണ് ഒന്നാം അപ്പീൽ നൽകേണ്ടത്. ഒന്നാം അപ്പീൽ നൽകേണ്ടത് എപ്പോഴാ? മറുപടി ലഭിച്ചും അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിൽ ആണെങ്കിൽ നമുക്ക് ഒന്നാമത് അപ്പീൽ പോകാം. മതിയായ കാരണം രേഖപ്പെടുത്തിയാൽ ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ട എത്ര ദിവസത്തിനുള്ളിലാ? 45 ദിവസത്തിനുള്ളിലാണ്. മതിയായ കാരണം രേഖപ്പെടുത്തിയ ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 45 ദിവസത്തിനുള്ളിലാണ്. ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. മതിയായ കാരണം രേഖപ്പെടുത്തിയാൽ ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 45 ദിവസത്തിനുള്ളിലാണ്. രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 90 ദിവസത്തിനുള്ളിലാണ്. രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് 90 ദിവസത്തിനുള്ളിലാണ്. ഒന്നാം അപ്പീൽ 30 ദിവസത്തിനുള്ളിൽ. രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് എപ്പോഴാണ്? 90 ദിവസത്തിനുള്ളിലാണ്. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി നിഷ്കർഷിച്ചിട്ടില്ല. വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത്. 2019 ലോക്സഭയിലാണ് വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത്. 2019 ജൂലൈ 19 അവതരിപ്പിച്ചത്. 2019 ജൂലൈ 19 എന്ത് അവതരിപ്പിച്ചു? വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് എവിടെ അവതരിപ്പിച്ചു? ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഓക്കെ. ഇത് അവതരിപ്പിച്ച വ്യക്തി ആരാണ്? ജിതേന്ദ്ര സിംഗ് ആണ് അവതരിപ്പിച്ചത്. ജിതേന്ദ്ര സിംഗ് എന്ത് അവതരിപ്പിച്ചു? ലോക്സഭയിൽ വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 അവതരിപ്പിച്ചു. 2019 ജൂലൈ 19 ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചു. ലോക്സഭ പാസാക്കിയത് എന്നാണ്? 2019 ജൂലൈ 22 ലോക്സഭ ഈ ബില്ല് പാസാക്കി. ജൂലൈ 22. 2019 ജൂലൈ 25 രാജ്യസഭ പാസാക്കിയത്. രാജ്യസഭ ഈ ബില്ല് എപ്പോഴാണ് പാസാക്കിയത്? 2019 ജൂലൈ 25. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1. അപ്പൊ അന്നത്തെ രാഷ്ട്രപതി ആരാണ്? ശ്രീ രാംനാഥ് കോവിന്ദ് ആണ്. അപ്പം രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1. 2019 ഭേദഗതി പ്രകാരം ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാരിനാണ് ഇവരുടെ കാലാവധി തീരുമാനിക്കാനുള്ള അധികാരം. നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇന്നലത്തെ
പാഠഭാഗത്ത് കണ്ട കാര്യമാണ്. കേന്ദ്ര സർക്കാരാണ് കമ്മീഷണർമാരുടെയും ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത്. മുമ്പ് ഇത് 5 വർഷമായിരുന്നു, അല്ലെങ്കിൽ 65 വയസ്സായിരുന്നു. 2019 RTI റൂൾസ് പ്രകാരം കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ എല്ലാ വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാക്കി ചുരുക്കി. RTI റൂൾസ് പ്രകാരം 2019 RTI റൂൾസ് പ്രകാരം കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ എല്ലാ വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി എത്ര വർഷത്തേക്കാണ്? 3 വർഷമാക്കി ചുരുക്കി. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ മാസ ശമ്പളം എത്രയാണ്? 2,50,000 രൂപ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ മാസ ശമ്പളം എത്രയാണ്? 2,25,000 രൂപയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ മാസ ശമ്പളം 2,50,000 രൂപയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെയും സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെയും മാസ ശമ്പളം എത്രയാണ്? 2,25,000 രൂപയാണ്. ദേശീയ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തീരുമാനിക്കുന്ന ആരാണ്? കേന്ദ്ര സർക്കാരാണ്. വിവരാവകാശ നിയമത്തിലെ സുപ്രധാന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇപ്പൊ വിവരാവകാശ നിയമം ആദ്യം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഏത് രാജ്യമാണ് ആദ്യം പാസ്സാക്കിയത്? സ്വീഡൻ ആണ് പാസ്സാക്കിയത്. ഗോവയില് 1997 രാജസ്ഥാനില് 2000, കർണാടകത്തില് 2000 വന്നത്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഡൽഹിയിൽ 2001, അസമില് 2002, മഹാരാഷ്ട്രയില് 2002, മധ്യപ്രദേശിലെ 2003, ജമ്മു ആൻഡ് കാശ്മീരിലെ 2004 ഈ നിയമം പാസ്സാക്കിയത്. ഓക്കെ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഈ പാഠഭാഗത്തു നിന്ന് വിവരാവകാശ നിയമം എന്ന പാഠത്തിൽ നിന്ന് പഠിച്ചു. ആ പാഠത്തിൽ നിന്നല്ല, ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇപ്പൊ വിവരാവകാശ കമ്മീഷനുകളെ കുറിച്ചാണ് അടുത്തത് എടുക്കാൻ പോകുന്നത്. വിവരാവകാശ നിയമം നമ്മൾ ആദ്യം എടുത്തു. ഇനി അടുത്തത് ഏതാണ്? വിവരാവകാശ കമ്മീഷനാണ്. അപ്പൊ അടുത്ത ദിവസം നമുക്ക് വിവരാവകാശ കമ്മീഷൻ എന്ന ടോപ്പിക്ക് നമുക്ക് എടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, എന്നാലേ ഞാനിടുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുകയുള്ളൂ. എല്ലാവർക്കൊന്നും അപേക്ഷ ഫോമിന് പൈസയൊന്നും ഇല്ല അല്ലേ? കോഡ് ഫീസ് സ്റ്റാമ്പിന് എത്ര രൂപയാണ്? 10 രൂപയുള്ള ഒരു അപേക്ഷ ഫീസാണ് നമ്മൾ നൽകേണ്ടത്. നമുക്ക് എന്തെങ്കിലും വിവരാവകാശം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പബ്ലിക് ഇൻഫർമേഷൻ പോലെ നമ്മൾ പറഞ്ഞു. പിന്നെ നമുക്ക് പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ ഈ ടോപ്പിക്ക് കവർ ചെയ്തു പോവുക. വിവരാവകാശ നിയമം നമ്മുടെ പുസ്തകത്തിൽ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ അതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും നന്നായിട്ട് നോക്കിയിട്ട് പോവുക. ഓക്കെ, താങ്ക് യു.